Hey everyone, നമ്മൾ ഇന്നൊരു നമ്മൾ വെറുതെ ഒരു ഡ്രൈവിന് പോവാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചൊന്ന് പുറത്തിറങ്ങാം. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ കാനഡയിൽ അല്ലെങ്കിൽ ഒണ്ടാരിയോയിൽ വീണ്ടും ഒരു ലോക്ക്ഡൗണിലോട്ട് പോവാണ്. അടുത്ത ഒരു മാസത്തേക്ക് വീണ്ടും ലോക്ക്ഡൗൺ ആണ്, ഗ്രേ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ ഒന്നും വിസിറ്റ് ചെയ്യാനൊന്നും പാടില്ല എന്നാണ്. പിന്നെ മിക്കവാറും എല്ലാം ക്ലോസ്ഡ് ആണ്, മോൾസും എല്ലാം ക്ലോസ്ഡ് ആണ്. എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗ്രോസറീസും അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ വെറുതെ വണ്ടിയിൽ ഒന്ന് ഡ്രൈവ് ചെയ്യാം. 2 ദിവസം മുമ്പ് നല്ല സ്നോ കിട്ടി നമുക്ക്. അപ്പം അത് കാരണം എല്ലാം ഒരു വൈറ്റ് ക്രിസ്മസ് ആയിരുന്നു. മൊത്തം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാം വൈറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട് ഇവിടെ, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയുടെ മിസ്സാഗ ക്യാമ്പസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാം. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്രൈവിംഗ് വ്ളോഗ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് ആ വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് പോയി വരാം. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു മിസ്സാഗ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയുടെ ക്യാമ്പസ് ഉണ്ട് മിസ്സാഗയിൽ, അതിൻ്റെ ഉള്ളിലേക്കാണ്. വെറുതെ ഒരു ഡ്രൈവ്. നമ്മൾ 2 സൈഡ് നല്ല ഇങ്ങനെ മഞ്ഞ് പെയ്തിരുന്നു 2 ദിവസം മുമ്പ്. അതുകൊണ്ട് ആ 2 സൈഡ് നല്ല മഞ്ഞിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണിന്ന്. ഇതൊരു യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഒരു മിസ്സാഗ ക്യാമ്പസ് ആണ് നമുക്ക് ഇവിടെയുള്ളത്. അതിൻ്റെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു റോഡിൽ 2 സൈഡിലും വീടുകൾ എന്ന് പറയുന്നത് ഒരു $multi-million വീടുകളാണ്. എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള വീടുകളാണ്. ഒക്കെ ഒരു 15-20 കോടിയോളം വില വരുന്ന വീടുകളാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോട്ട് കയറാം. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ക്യാമ്പസിലോട്ടാണ്. അത് ഇതാണ് ക്യാമ്പസിന്റെ എൻട്രൻസ്. നമുക്ക് ഏതായാലും ഇതിന്റെ ഉള്ളിലേക്ക് ആദ്യം ഒന്ന് കയറാം. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് മിസ്സാഗ ക്യാമ്പസിലാണ്. അത് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോന്റെ ക്യാമ്പസിലേക്കാണ്. നമുക്കിവിടെ ഡ്രൈവ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒബ്വിയസ്ലി എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അതൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ബിൽഡിങ്സ് ആണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇവിടുന്ന് ചെയ്തായിരുന്നു. അപ്പം അന്ന് ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. അതുകൊണ്ടോ 2 ഭാഗവും നിങ്ങൾ കാണുന്നതെല്ലാം ഇങ്ങനെ സ്നോ ആണ്. റോഡ് ഒബ്വിയസ്ലി അത് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബാക്കി 2 സൈഡും നല്ല വെള്ള പതച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് നല്ല വൈറ്റ് ക്രിസ്മസ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പസിന് ജസ്റ്റ് പുറത്തിറങ്ങി. നമ്മളിപ്പോൾ ഇതാണ് ഈ റോഡിൻ്റെ 2 സൈഡാണ് നിങ്ങൾ നോക്കിയാൽ എല്ലാം വലിയ വലിയ വീടുകളാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ
ലൈറ്റിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ ഇതുവഴി വന്നിരുന്നു. പക്ഷേ അന്ന് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് രാത്രിയായിരുന്നു. പക്ഷെ നല്ല രസമാണ്, കാരണം എല്ലാം വലിയ 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 വീടുകളാണ്. അപ്പം അതിൻ്റെ എല്ലാം ഒരു 15-20 കോടിയോളം വില വരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു 2.5-3-4-5 മില്യൺ ഒക്കെ വരുന്ന രീതിയിലുള്ള വീടുകളാണ്. കുറച്ചും കൂടി മുമ്പിൽ പോയാൽ അത് കാണിച്ചു തരാം, കാരണം ഒരുപാട് വീടുകൾ കാണും. പിന്നെ ഇത് നേരെ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ്സ് വെല്ലിലെത്തും. ഇപ്പോൾ കാനഡയിൽ ഇന്നലെ മുതൽ വീണ്ടും ഒരു ലോക്ക്ഡൗൺ ആണ്, ഗ്രേ ലോക്ക്ഡൗൺ ആണ് ഇവിടെ. കാനഡയിലെന്നല്ല, നമ്മുടെ ഒരു ടൊറൻറ്റോ, മിസ്സാഗ, ബ്രാംപ്ടൺ, ഈ ഒരു GTA വീണ്ടും അല്ലെങ്കിൽ ഒണ്ടാരിയോയിൽ മൊത്തത്തിൽ ഒരു ഗ്രേ ലോക്ക്ഡൗൺ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് വേറെ വീടുകളിൽ പോകാൻ പാടില്ല, ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒന്നും അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പാടില്ല അടുത്ത നെക്സ്റ്റ് ഒരു 1 മന്ത്. പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ പീരീഡ് ആയതുകൊണ്ട് എല്ലാവരും പോകുന്നതുകൊണ്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമുക്ക് വീട്ടിലിരുന്ന് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാറിൽ, നമ്മൾ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാറിലൊന്ന് ഡ്രൈവ് ചെയ്ത് വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കുക, ആൾക്കാർ ഓടുന്നൊക്കെ ഈ തണുപ്പത്ത്. ഇങ്ങനെയുള്ള കാഴ്ചകളും നമുക്ക് കാനഡയിൽ കാണാം ഈ തണുപ്പത്ത്. ഇന്നിപ്പോൾ -2 ആണ് ഇന്നത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട് പുറത്ത്, പക്ഷെ മൊത്തം ഇങ്ങനെ നല്ല സ്നോ കവേർഡാണ്. 2 സൈഡുള്ള വീടുകൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല, വേറെ ആംഗിൾ ഞാൻ കാണിച്ചു തരാം. കാരണം 2 നല്ല വലിയ വലിയ വീടുകളാണ്, എല്ലാം മാൻഷൻസ് ആണ്. We're going back to Metro. Not yet. Well, then why are we going backwards now? Acha is taking. അത് അത്രേ ഉള്ളൂ വെച്ചു. That is the dead end. ഇതുണ്ടോ വീട്ടിന്റെ പുറത്ത് ഒരു പുലി, 2 സിംഹം, പുലിയല്ല 2 സിംഹം ഇരിക്കുന്നുണ്ട്. Oh no! Where's the dead end? ഇവിടെ ഒരു ഫോർ സെയിൽ ഉണ്ട്, വാങ്ങിച്ചാ കൊള്ളാന്നുണ്ട്, പക്ഷെ Where's the dead end? കൈ പൊള്ളുന്നു മാത്രല്ല. Dead end, Amma. Acha, that's the dead end. ഇവിടെ ഒരു വീട് ഉണ്ടോ, ഇതൊരു അച്ചു സീ an igloo house, see like looks like an igloo, right? Hey, dude. Hey, look at elf. Wow, House. it's a house അച്ചു. I wonder what the giant. അങ്ങനെ പല ഷേപ്പിലും പല രീതിയിലുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Yeah, നല്ല വീട്. Why is the race? And we were on gate. Race on gate. The elf on the shelf. The Another elf mansion. on the shelf. Elf on the shelf. The elf on the shelf. The elf on the shelf. The elf on the shelf. Elf on the shelf. The elf on the shelf. The bear on the shelf. Globe. The globe Okay. on the Left look. flesh. On the ഞാൻ തിരിച്ചാണ് പഠിക്കുന്നത്. flesh. The elf on the elf. എടുക്കുന്നുണ്ട്. ഇത് കൊട്ടാരം പോലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. നോക്ക്, The bear. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വീടാണ്. കണ്ട ഒരു വീട് എന്ന് പറയില്ല, ഒരു പാലസ് പോലെ ഉണ്ട് The കണ്ടാൽ. shelf. സെയിന്റ് ജോർജ് The മാൻഷൻ. bird on the shelf. The stick on the shelf. The Minecraft. ഇവിടെ ഒരുപാട് തരത്തിലുള്ള വീടുകൾ നമുക്ക് സാധാരണ മിസ്സാഗയിൽ കാണാൻ സാധിക്കും. ഒന്ന് നമ്മൾ താമസിക്കുന്ന കോണ്ടോസ് ആണ്, അത് റിലേറ്റീവ്ലി എന്താ പറയാ അത്ര കോസ്റ്റ്ലി അല്ല. പക്ഷെ പിന്നെ ഡിറ്റാച്ച്ഡ് ഹോംസ്, പിന്നെ സെമി ഡിറ്റാച്ച്ഡ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള വീടുകൾ കാണാം. പക്ഷെ ഇത് അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വീടുകളാണ്. ഇവിടുത്തെ പണക്കാർ താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് സ്നോ ക്ലിയർ ചെയ്തിട്ട് കൂടിയാണ്, ഫ്രീ ആയിരിക്കും. നല്ല സ്നോ ഉണ്ട്, ചിലപ്പം കിഡാവും. സാധ്യത. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയാ അതിധനികർ അല്ലെങ്കിൽ താമസിക്കുന്ന വീടുകൾ എന്ന് പറയുന്നത്. ഈ സൈഡ് നോക്ക്, ഇതൊക്കെ ഇവിടുത്തെ അംബാനിമാരും ബിർളമാരും ടാറ്റമാരൊക്കെ താമസിക്കുന്ന വീടുകളാണ്. They didn't decorate any Christmas trees.
There's no Christmas You have to come in the night actually to see the light. ഇത് രാത്രി നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ നല്ല ലൈറ്റഡ് അപ്പ് ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുറേ വീടുകൾ നമ്മൾ അങ്ങനെ കണ്ടു, നല്ല ഫുൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. But now with no decorations anyway. Daytime കാണൂല ചൂ. I don't know, I'm super tired. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രൈവൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു ഡ്രൈവിംഗ് വ്ളോഗായിരുന്നു. വെറുതെ ഒന്ന് ഇറങ്ങി നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ പുതിയ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വർഷം വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹോളിഡേയ്സ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Till then, this is PKK signing off. You always say that, but you don't say it now.